സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ വനിതകളുടെ സംരംഭകത്വ വികസനത്തിനായി ദാക്ഷായണി സ്വയം സഹായ സംഘങ്ങൾ എന്ന പേരിൽ പുതിയ പദ്ധതി നടപ്പാക്കുമെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി കെ.എ. തുളസി തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സാമൂഹിക പ്രവർത്തകയും പട്ടികജാതി വിഭാഗത്തിലെ ആദ്യ വനിതാ ബിരുദധാരിയും ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 15 വനിതകളിൽ ഒരാളുമായ ദാക്ഷായണി വേലായുധന്റെ ജന്മദിനമായ ജൂലൈ 4-ന് അവരോടുള്ള ആദരസൂചകമായാണ് പുതിയ പദ്ധതിക്ക് അവരുടെ പേര് നൽകാൻ സർക്കാർ തീരുമാനിച്ചതെന്ന് മന്ത്രി കെ.എ. തുളസി പറഞ്ഞു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് സ്വയം സംരംഭകത്വ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി ഒരു പദ്ധതി അവർ പ്രപ്പോസൽ സമർപ്പിക്കുമ്പോൾ അതിൻ്റെ 75% സബ്സിഡി ആയിട്ട് അത് 10 ലക്ഷം രൂപ ഫിക്സ് ചെയ്തുകൊണ്ട് വകുപ്പ് കൊടുത്തുകൊണ്ട് അവരെ ഒരു സാമ്പത്തിക സ്വാശ്രയത്തിലേക്ക് ഉയർത്തുക എന്നുള്ള ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കുറേ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കുറേ കാലങ്ങളായിട്ട് കെട്ടിക്കിടക്കുന്ന ഒരുപാട് പരാതികളുണ്ട്. അപ്പോൾ ആ പരാതികളിൽ തീർപ്പ് കൽപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പം കേരളത്തിലുടനീളം വിവിധ ജില്ലകളിലും അതുപോലെ തന്നെ വകുപ്പിൻ്റെ ഡയറക്ടറേറ്റുകളിലുമൊക്കെ നമ്മൾ ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് വിളിച്ചിരുന്നു. അപ്പം നമ്മുടെ ഒരു അദാലത്ത് നടത്താനായിട്ട് ഉദ്ദേശിക്കുകയാണ് ജൂലൈ 29, 30, 31 തീയതികളിലായിട്ട്. പദ്ധതിയുടെ ആദ്യഘട്ടം പാലക്കാട് ജില്ലയിൽ നടപ്പാക്കി വിജയം കണ്ടതിന് ശേഷം മറ്റു ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. സർക്കാർ വകുപ്പുകളിലോ അംഗീകൃത ഏജൻസികളിലോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 18 വയസ്സ് പൂർത്തിയായ പട്ടികജാതി വർഗ വിഭാഗക്കാരുടെ ഗ്രൂപ്പുകൾക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. പദ്ധതിയുടെ ആകെ ചെലവിന്റെ 75% സർക്കാർ സബ്സിഡിയായി അനുവദിക്കും. പരമാവധി 10 ലക്ഷം രൂപ വരെയാണ് സബ്സിഡി ലഭിക്കുക. ശേഷിക്കുന്ന 25% തുക ബാങ്കുകളിലൂടെയോ പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിലൂടെയോ വായ്പയായി കണ്ടെത്തണം. കുറഞ്ഞത് 2 വർഷമായി വിജയകരമായി പ്രവർത്തിച്ചു വരുന്ന നിലവിലെ സംരംഭങ്ങൾ വികസിപ്പിക്കുന്നതിനും പദ്ധതി സഹായം നൽകും. ഇതിനായി പരമാവധി 5 ലക്ഷം രൂപ വരെ സബ്സിഡി അനുവദിക്കും. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പുകളിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കുന്നതിനായി ജൂലൈ 29, 30, 31 തീയതികളിൽ അദാലത്ത് സംഘടിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. TCV തൃശൂർ.